പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുതിയൊരു ഞായറാഴ്ച കൂടി ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയും. പ്രിയമുള്ളവരെ, സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നീ ആരാണ്? നിന്നിലെ കരടുകൾ മാറ്റിയിട്ടല്ലേ അവരുടെ കണ്ണിലേക്ക് നീ നോക്കേണ്ടതുള്ളൂ എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി അവനെ അപമാനിക്കാൻ കിട്ടുന്ന ഓരോ അവസരവും മുതലാക്കുന്ന പ്രകൃതമാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. നമ്മിലെ കുറ്റങ്ങളെ മൂടി വയ്ക്കുവാനും നമ്മൾ നല്ലവരാണെന്ന് നടിക്കുവാനും പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ടും നമ്മെ ഓർമ്മിക്കുന്നത് അവരുടെ കണ്ണിലേക്കല്ല നീ നോക്കേണ്ടത്, നിൻ്റെ കണ്ണിലേക്ക് നോക്കി നിൻ്റെ കണ്ണിലെ കരടുകളെ എടുത്തു കളയാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പ്രത്യേകമായിട്ടും ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. അതുകൊണ്ട് നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നീ ഏത് വൃക്ഷത്തിൽ നിന്നുള്ള ഫലമാണെന്ന് നിനക്കുള്ളതെന്ന് നിനക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല വൃക്ഷത്തിൽ നല്ല ഫലവും ചീത്ത ഫലവുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുപോലെ നമ്മിൽ നിന്ന് ക്രൈസ്തവരായ നമ്മിൽ നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ടാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. നീ ഒരു ക്രിസ്ത്യാനിയല്ലേ, ക്രിസ്ത്യാനി ആയതുകൊണ്ട് നീ ഇപ്രകാരം ചെയ്യാമോ എന്നൊക്കെ അതുകൊണ്ടാണ് പലരും നമ്മോട് ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും ദൈവം നൽകിയിരിക്കുന്ന നന്മ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ ആ നന്മ നമ്മിലൂടെ പ്രദർശിപ്പിക്കുവാനും മറ്റുള്ളവരെ യേശുവിന് വേണ്ടി നേടുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നാം ഓരോരുത്തരും യഥാർത്ഥ ക്രൈസ്തവരായിട്ട് മാറുക. അതുകൊണ്ട് നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന് ഇത് പ്രത്യേകമായിട്ടും നമ്മെ ഓർമ്മിപ്പിക്കും. ഒരു നോൻപുകാലം അടുത്തു വരികയാണ്. നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഉരുക്കി വാർക്കുവാനായിട്ടുള്ള അവസരങ്ങളാണ്. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചും അനുദപിക്കുവാനും പുതിയൊരു ജീവിത പന്ഥാവിലേക്ക് കടന്നു വരുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ജീവിത നവീകരണം വഴി ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ക്രിസ്തു സഞ്ചരിച്ച പാതയിലൂടെ നമ്മൾ കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ടും ദൈവകൃപയുടെ നിറവായി മാറുവാനായിട്ട് സഭ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നൊരു കാലഘട്ടമാണ് ഈ നോൻപുകാലം. അതുകൊണ്ട് ഈ നോൻപുകാലത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കാം. അവരുടെ നന്മയെ കുറിച്ചോർക്കാം, അവരിൽ നടക്കുന്ന നല്ല വഴികളെ ഓർക്കാം, അവനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തും. അല്ലാതെ അവരുടെ കുറ്റങ്ങൾ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണിലെ കരടെടുത്ത് കളയാനുള്ള പരിശ്രമങ്ങളിലൂടെ നിൻ്റെ ജീവിതത്തെ നീ നശിപ്പിക്കാതിരിക്കുക. നീ നിൻ്റെ ജീവിതത്തെ ദുഷ്ടൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ ഒരു ജീവിതമായി നിൻ്റെ ജീവിതം മാറുവാൻ തക്കവിധം നീ നിന്നെ തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു വിളി നിനക്കുണ്ടെന്നുള്ള ബോധ്യമുണ്ടാകും. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പാളിച്ചയാണ് നമ്മുടെ ശ്രദ്ധ അവരിലെ നന്മയിലേക്കല്ല തിന്മയിലേക്കാണ്. അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇന്ന് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കാം. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാനുള്ള നോൻപുകാലം ആരംഭിക്കാൻ പോകുമ്പോൾ ഇന്ന് കർത്താവ് പറഞ്ഞ് നന്മയുടെ വൃക്ഷമായിട്ട് മാറുക. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം ഫലദായകമായിരിക്കുന്നവരെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന നാം ഓരോരുത്തരും ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറണം. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവർ, അതാണ് വൃക്ഷം. ക്രിസ്തുവാകുന്ന വൃക്ഷത്തിൻ്റെ ശാഖകളായിട്ട് നമ്മൾ മാറുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം തന്നെ പുറപ്പെടുവിക്കുവാൻ തക്കവിധം സ്നേഹം, കരുണ, സൗമ്യത, ആത്മനിയന്ത്രണം എന്നീ ഫലങ്ങളെല്ലാം നമ്മിലൂടെ പ്രദർശിപ്പിക്കുവാനായിട്ട് സാധിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് നാം മാറുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല വൃക്ഷമായിട്ട് മാറും. ഈ നല്ല വൃക്ഷമായി മാറുവാൻ ദൈവം നമ്മെ ഇവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു നോൻപുകാലം നേരുന്നു. ജീവിത നവീകരണം വഴി ഏറ്റവും നല്ല ജീവിത പന്ഥാവ് കണ്ടെത്തുവാനും
പുതിയൊരു സൃഷ്ടിയായി മാറുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.